നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ നാളെ LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ തൊടുപുഴയിലെത്തുന്നതിൽ പ്രതിഷേധിച്ച് LDF പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താലിനെ ചൊല്ലി ഇടുക്കിയിൽ പോര് രൂക്ഷം. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളി മരിച്ചത് പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശി പരിമളം. ജനവാസ മേഖലയിൽ ഇറങ്ങിയത് 6 കാട്ടാനകൾ അടങ്ങുന്ന കൂട്ടം. കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാനായി അഡ്വക്കേറ്റ് KJ ബെന്നിയെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്നത് മുൻ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം രാജിവെച്ചതിനെ തുടർന്ന്. തെരഞ്ഞെടുപ്പിൽ മൂന്നാർ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ KP ദീപ വരണാധികാരിയായിരുന്നു. ഇടുക്കിയിൽ KSRTC സർവീസുകൾ പ്രതിസന്ധിയിൽ. വിവിധ ഡിപ്പോകളിൽ നിന്നും ദീർഘദൂര സർവീസുകളടക്കം പതിവായി മുടങ്ങുന്നു. പ്രതിസന്ധിക്ക് കാരണം കേടുപാടുകൾ മൂലം ഗാരേജിലായ ബസ്സുകൾക്ക് പകരം ഓടിക്കാൻ ബസ്സുകളില്ലാത്തത്. വിശദമായ വാർത്തകൾ. ഇടുക്കിയിൽ നാളെ LDF ഹർത്താൽ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഗവർണർ തൊടുപുഴയിൽ എത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച LDFന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ചും നടത്തും. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടണമെന്ന ആവശ്യവുമായി രാജ്ഭവനിലേക്ക് LDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മാർച്ച് സംഘടിപ്പിച്ചിരിക്കുമ്പോഴാണ് അതേ ദിവസം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജില്ലയിലേക്ക് എത്തുന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന വ്യാപാരി ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് ഗവർണർ എത്തുക. ഗവർണറെ പരിപാടിക്കായി ജില്ലയിലേക്ക് കൊണ്ടുവരുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ കുറ്റപ്പെടുത്തി LDF നേതൃത്വം നേരത്തെ രംഗത്തെത്തിയിരുന്നു. രാജ്ഭവൻ മാർച്ച് നടത്തുന്ന അന്ന് തന്നെ ഗവർണറെ ജില്ലയിലേക്ക് ക്ഷണിച്ചു വരുത്തി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടിൽ നിന്ന് വ്യാപാരി നേതൃത്വം പിന്മാറണമെന്നും LDF ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചും അന്നേ ദിവസം തന്നെ ഗവർണർ ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നതിലും പ്രതിഷേധിച്ചാണ് LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗവർണർ എത്തുന്ന ദിവസം കരിങ്കൊടി ഏന്തിയ വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് SFIയും അറിയിച്ചിട്ടുണ്ട്. LDF ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താലിന് മുന്നോടിയായി പ്രവർത്തകർ കട്ടപ്പന നഗരത്തിൽ പ്രകടനം നടത്തി. നഗരം ചുറ്റി നടന്ന പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഇടുക്കിക്കവലിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിലാണ് സമാപിച്ചത്. പ്രകടനത്തിൽ നിരവധി നേതാക്കളും തൊഴിലാളികളും പങ്കെടുത്തു. ഭൂപതിവ് ഭേദഗതി നിയമത്തിൽ ഒപ്പിടാത്ത കേരള ഗവർണർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചൊവ്വാഴ്ച തൊടുപുഴയിൽ എത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കട്ടപ്പന നഗരത്തിലൂടെ നടന്ന പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ വ്യാപാര സമൂഹം നമുക്കറിയാം, എല്ലാ കാലത്തും നിഷ്പക്ഷമായ രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലാതെ സംഘടനയുടെ മാത്രം നിലപാടുകൾ ഉറച്ചു നിന്ന ഇടുക്കി ജില്ലയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പുതിയ ഭാരവാഹികളായിട്ട് വന്നിട്ടുള്ള ചില ആളുകളെ ഹൈജാക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ കൊണ്ടിരുത്തിക്കൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടക്കം ലക്ഷ്യം കണ്ടുകൊണ്ട് ഇവിടെ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കാകെ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്ത PT തോമസിന്റെയും അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായ ഡീൻ കുര്യാക്കോസിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹവുമായി ചേർന്നുകൊണ്ടാണ് ഈ ഗവർണറെ ഇടുക്കിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഭൂവിനിയോഗ നിയമം 2023 നവംബർ മാസം 14-ാം തീയതി നമ്മുടെ നിയമസഭയിൽ ഏകകണ്ഠമായി പാസാക്കി. 3 മാസമാകാൻ പോകുകയാണ്. ഇന്ന് 8-ാം തീയതിയായി. 6 ദിവസം കൂടെ കഴിയുമ്പോൾ 90 ദിവസമാണ്. പ്രിയമുള്ളവരെ, ഈ ബില്ലിന് മുകളിൽ അടയിരിക്കുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തീരുമാനം പുനഃപരിശോധിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രകടനത്തിന് ശേഷം ഗവർണറുടെ കോലവും കത്തിച്ചാണ് പ്രവർത്തകർ മടങ്ങിയത്. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് തോമസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇടുക്കിയിൽ ചൊവ്വാഴ്ച LDF പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താലിനെ ചൊല്ലി പോര് രൂക്ഷം. ഹർത്താൽ ദിനത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന വ്യാപാരി വ്യവസായികളുടെ പരിപാടിക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു.
ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നും ഗവർണർക്കെതിരെ സമരം നടത്തുമെന്നും LDF നേതൃത്വവും വ്യക്തമാക്കി. പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഹർത്താലിനോട് സഹകരിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അറിയിച്ചു. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കാത്തതിനെതിരെയുള്ള LDFന്റെ രാജ്ഭവൻ മാർച്ച ചൊവ്വാഴ്ചയാണ്. അന്നേ ദിവസം ഗവർണറെ തൊടുപുഴയിലേക്ക് ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഹർത്താൽ പരിഹാസ്യമാണെന്നും പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്ന വ്യാപാരി വ്യവസായികൾക്ക് സംരക്ഷണമൊരുക്കുമെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ജില്ലാ ഇടതുപക്ഷ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ ഒരേ സമയം മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, അതിലുപരി വ്യാപാരി സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഹർത്താൽ പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലയിലെ ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാതലായ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭൂപതിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെല്ലാം തെറ്റാണ് എന്ന് അവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് അവരുടെ മാത്രം അഭിപ്രായമല്ല, മറിച്ച് ഈ നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായമാണ്. ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വളരെ മാതൃകാപരമായ ഒരു പദ്ധതി അവതരിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുൻപോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗവർണർക്കെതിരെ ശക്തമായ സമരം തൊടുപുഴയിലും രാജ്ഭവനിലും ഉണ്ടാകുമെന്ന CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് അറിയിച്ചു. ഡീൻ കുര്യാക്കോസ് വായപോയ കോടാലിയാണെന്നും CV വർഗീസ് പരിഹസിച്ചു. ഡീൻ കുര്യാക്കോസ് വാപോയ കോടാലി, അദ്ദേഹം ഇവിടെ സംരക്ഷണം കൊടുക്കണം എന്നുള്ള നിലപാടെടുക്കുന്നത് ഡീൻ കുര്യാക്കോസിന് എന്ത് ചെയ്യാൻ കഴിയുന്നു ഇടുക്കി ജില്ല ജനങ്ങൾക്കിടയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില മേഖലകളിലുള്ളത് അണയാൻ പോകുന്നൊരു തീ ആളിക്കത്തും എന്ന് പറഞ്ഞതിനപ്പുറമുള്ളൂ. അതുകൊണ്ട് ഡീൻ കുര്യാക്കോസിൻ്റെ സംരക്ഷണമൊന്നും അവർക്ക് ആവശ്യമില്ല. കാരണം അവരെ സംരക്ഷണം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അവരുടെ പരിപാടി നടത്തുന്നതിന് തടസ്സമില്ലാന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അവരുടെ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അത് അവർ നടക്കണ്ട. പക്ഷെ അവർ മാറ്റിവെക്കേണ്ടതായിരുന്നു എന്നുള്ളതും അവരോടുള്ള പ്രതിഷേധവും ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനർത്ഥം അവരുടെ പരിപാടിക്ക് ആരും തടസ്സം ഉണ്ടാവില്ല. അവരുടെ പരിപാടി അവർ നടത്തും. ഗോളില്ലാത്ത പോസ്റ്റ് ഗോളടിക്കാന്നുള്ളതാണ് ഉദ്ദേശം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ആരുമില്ലല്ലോ, ഞങ്ങളാരും ഇല്ല. അപ്പം പിന്നെ പുള്ളിശ്ശേരി ഞാൻ സംരക്ഷണം നടത്തുന്നത് അത്രേ ഉള്ളൂ. എന്നാൽ ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്ന് LDF കൺവീനർ KK ശിവരാമൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകനും ഗവർണറെ തടയാൻ പോകത്തില്ല. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഈ ജില്ലയോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഈ ജില്ലയിലെ ലക്ഷക്കണക്കിനുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഈ ബില്ലിലുള്ളത്. അപ്പോൾ ആ ബില്ലിന് അംഗീകാരം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്നും ആയിരക്കണക്കിന് കൃഷിക്കാർ രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യുന്നു. അതേ ദിവസം തന്നെ അദ്ദേഹം ഈ ജില്ലയിലെത്തുന്നത് ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് കാണാൻ കഴിയുള്ളൂ. ഹർത്താൽ ദിനത്തിൽ കടകൾ അടച്ചിട്ട് സഹകരിക്കുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കി. എന്നാൽ ഗവർണറെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പരിപാടിക്ക് മാറ്റമില്ലെന്നും ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ പറഞ്ഞു. ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഹർത്താലിൽ നിന്നും അവർ പിന്മാറണം എന്നാണ്. ഞങ്ങളോട് എന്തിനാണ് അവർക്ക് വിദ്വേഷം? ഗവർണറോട് വിദ്വേഷമുണ്ടെങ്കിൽ അത് ഗവർണറെ മറ്റേതെങ്കിലും വിധത്തിലൊക്കെ അറിയിക്കാനല്ലേ അവർ ശ്രമിക്കേണ്ടത്. ഞങ്ങളും ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയുമായോ വലതുപക്ഷ മുന്നണിയുമായോ ഒരു മുന്നണിയുമായോ യാതൊരു പ്രശ്നമില്ലല്ലോ, ഇന്നലെ വരെയില്ല. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ബഹുമാനത്തോടെ ആദരവോടെ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിയുമെങ്കിൽ ഈ ഹർത്താൽ ഒന്ന് മാറ്റിവെച്ച് സഹകരിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമി പതിവ് വിഷയത്തിൽ ഗവർണർ വലിയ തെറ്റു ചെയ്തു എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? ഗവർണറുടെ അടുത്ത് 3 മാസം മുൻപ് ഭൂമി പതിവ് ചട്ടം ഭേദഗതി നിയമം കൊണ്ട് കൊടുത്തു. അദ്ദേഹം ഏത് നിയമം കൊണ്ട് ഗവർണർക്ക് കൊടുത്താലും അദ്ദേഹം അതിന് വിശദീകരണം ചോദിക്കും. അതനുസരിച്ച് ഈ നിയമത്തിലും വിശദീകരണം അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഒരു ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം അവിടെ കൊണ്ട് കൊടുത്തതല്ലാതെ യാതൊരു ഫോളോ അപ്പും നടത്തിയിട്ടില്ല എന്ന് പത്രത്തിലൂടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. LDFന്റെ ഹർത്താൽ ശബരിമല തീർത്ഥാടനം തടയുക എന്ന് ലക്ഷ്യം വെച്ചാണെന്നാണ് BJPയുടെ ആരോപണം. ഗവർണറെ തടയുവാൻ ശ്രമിച്ചാൽ സംരക്ഷണമൊരുക്കുമെന്ന് BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് C സന്തോഷ് കുമാർ പറഞ്ഞു. ശബരിമല തീർത്ഥാടകരെ ശല്യം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ ഹർത്താൽ. ഈ തീർത്ഥാടനം കഴിയുന്നതിന് മുമ്പ് ഒരു കാരുണ്യ പദ്ധതിയെ പോലും തകർക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നീചമായ പ്രവൃത്തി CPM നടത്തുന്നത് തികച്ചും ജനദ്രോഹപരമാണ്. പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ഇത് കണക്കിലെടുത്ത തൊടുപുഴയിലും പരിസരങ്ങളിലും വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജനുവരി 9 LDF പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല. വ്യാപാരികൾ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിക്ക് ഭാരതീയ ജനതാ പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
ജനുവരി 9 ഇടുക്കി ജില്ലയിൽ LDF പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ യഥാർത്ഥത്തിൽ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് വ്യാപാര മേഖല അടക്കമുള്ള ഇടുക്കിയുടെ സാമ്പത്തിക മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഭരണകക്ഷി തന്നെ അനാവശ്യമായ ഇത്തരത്തിലൊരു ഹർത്താൽ നടത്തി ഈ നാട്ടിലെ മനുഷ്യരെ പറ്റിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ തലവനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണർ ഇടുക്കി ജില്ലയിൽ വരുന്ന ദിവസമാണ് ഈ ഹർത്താൽ നടത്തുന്നത് എന്നതുകൂടി ഈ ഹർത്താലിൻ്റെ ഒരു പ്രത്യേകതയാണ്. യഥാർത്ഥത്തിൽ ഗവർണർ ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, ഇത്രയേറെ ഭൂപ്രശ്നങ്ങളുള്ള ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമായി കാണുകയും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ നാട്ടിലെ ഭൂപ്രശ്നങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്തുകയൊക്കെ ആണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശി പരിമളമാണ് മരിച്ചത്. രാവിലെയാണ് ആക്രമണമുണ്ടായത്. 6 കാട്ടാനകളടങ്ങുന്ന കൂട്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു കാട്ടാന പരിമളത്തിനും കൂടെ ഉണ്ടായിരുന്നവർക്കും നേരെ പാഞ്ഞെടുത്തത്. കാട്ടാനക്കൂട്ടത്തെ കണ്ട് മറ്റു തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്നവർ പറയുന്നു. നമ്മുടെ പന്തിരിക്കളത്തിനടുത്തും മറ്റേ പണിയാർക്ക് ഇടയ്ക്ക് വെച്ച് ഇവരെ ആണ് ചവിട്ടി. സ്ത്രീ തൊഴിലാളിയാ. അപ്പൊ ഒരാൾ ചവിട്ടി, ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവരൊക്കെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കൂവിയൊക്കെ പിന്നെ ആണ് വിട്ടത്. ഇതിപ്പോ സ്ഥിരമായിട്ട് ഇങ്ങനെ ശല്യം മാറിക്കൊണ്ടിരിക്കുക, അതും തേയിലത്തോട്ടത്തിനകത്താ. ഏറെ നേരം കാട്ടാനക്കൂട്ടം പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. നാട്ടുകാർ ബഹളം വച്ചതോടെയാണ് കാട്ടാനക്കൂട്ടം പിന്മാറിയത്. ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാനായി അഡ്വക്കേറ്റ് KJ ബെന്നിയെ തെരഞ്ഞെടുത്തു. മുൻ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മൂന്നാർ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ KP ദീപ തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായിരുന്നു. UDF ധാരണപ്രകാരം നഗരസഭാ വൈസ് ചെയർമാനായിരുന്ന ജോയി ആനിത്തോട്ടം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മൂന്നാർ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ KP ദീപ വരണാധികാരിയായിരുന്നു. ആദ്യത്തെ 3 വർഷം കോൺഗ്രസിലെ A വിഭാഗത്തിനും പിന്നീടുള്ള 2 വർഷം I വിഭാഗത്തിനും വൈസ് ചെയർമാൻ സ്ഥാനം നൽകാനാണ് മുന്നണി ധാരണ. ഇതുപ്രകാരം ആദ്യം വൈസ് ചെയർമാനായ ജോയി വെട്ടിക്കുഴി നിശ്ചിത കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് 2021 ഏപ്രിലിൽ രാജിവെച്ചു. പിന്നീട് ജോയി ആനിത്തോട്ടം വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡിസംബർ 18-നാണ് ജോയി ആനിത്തോട്ടം രാജിവെച്ചത്. നഗരസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി KJ ബെന്നിയും LDF സ്ഥാനാർത്ഥിയായി ഷാജി കുത്തോടിയുമാണ് മത്സരിച്ചത്. UDF സ്ഥാനാർത്ഥി KJ ബെന്നിയുടെ പേര് ജോണി കുളമ്പള്ളി നിർദ്ദേശിക്കുകയും ജോയി വെട്ടിക്കുഴി പിന്താങ്ങുകയും ചെയ്തു. LDF സ്ഥാനാർത്ഥി ഷാജി കുത്തോടിയുടെ പേര് സുധർമ്മ മോഹൻ നിർദ്ദേശിക്കുകയും ബിന്ദുലത രാജു പിന്താങ്ങുകയും ചെയ്തു. 34-അംഗ കൗൺസിലിൽ UDF 22, LDF 9, BJP 2, ഒരു സ്വതന്ത്ര എന്നിങ്ങനെയാണ് കക്ഷിനില. 22 UDF വോട്ടുകളും ഒരു സ്വതന്ത്രയും KJ ബെന്നിക്ക് വോട്ട് ചെയ്തു. ഇതോടെ 9-നെതിരെ 23 വോട്ട് നേടിയ KJ ബെന്നി വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. നഗരസഭയിലെ ആളുകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന് വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. മാറുന്ന കട്ടപ്പനയ്ക്ക് വികസന സങ്കല്പങ്ങൾക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. യാതൊരു വിഭാഗീയതയും യാതൊരു പ്രശ്നവുമില്ലാതെ കട്ടപ്പനയുടെ വികസന രംഗത്ത് എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയർപേഴ്സണോടും മറ്റ് മുതിർന്ന നേതാക്കന്മാരും മറ്റ് എല്ലാ കൗൺസിലർമാരോടും ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് നിരവധിയായ പദ്ധതികൾ പൂർത്തീകരണമായതും പൂർത്തീകരിക്കാൻ പോകുന്നതും ആയ നിരവധി പദ്ധതികൾ നമ്മുടെ കട്ടപ്പനയിൽ നടന്നു വരികയും അതെല്ലാം ഈ ഭരണസമിതിയുടെ കാലത്ത് പൂർത്തീകരിച്ച് കട്ടപ്പനയ്ക്ക് ഒരു പുതിയ വികസന സങ്കല്പമുള്ള ഒരു ടൂറിസം മാപ്പിൽ അടക്കം കട്ടപ്പനയുടെ പേര് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വോട്ടെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത KJ ബെന്നി അധികാരമേറ്റു. പുതിയ വൈസ് ചെയർമാനെ UDF നേതാക്കൾ സ്വീകരിച്ചു. രണ്ട് BJP കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇടുക്കിയിൽ KSRTC സർവീസുകൾ പ്രതിസന്ധിയിൽ. വിവിധ ഡിപ്പോകളിൽ നിന്നും ദീർഘദൂര സർവീസുകളടക്കം പതിവായി മുടങ്ങുകയാണ്. കേടുപാടുകൾ മൂലം ഗാരേജിലായ ബസ്സുകൾക്ക് പകരം ഓടിക്കാൻ ബസ്സുകളില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഹൈറേഞ്ചിലെ ഡിപ്പോകളിൽ ഉള്ളതിൽ ഭൂരിഭാഗവും കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണെന്നും ആക്ഷേപമുണ്ട്.
21 സർവീസുകൾ മാത്രമുള്ള നെടുങ്കണ്ടം ഡിപ്പോയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയത് 7 സർവീസുകളാണ്. കുമളിയിൽ 38 സർവീസുകളിൽ 7ഉം കട്ടപ്പനയിൽ 35 സർവീസുകളിൽ 5ഉം മുടങ്ങി. മൂന്നാർ, മൂലമറ്റം, തൊടുപുഴ ഡിപ്പോകളിലും സമാന സാഹചര്യമാണുള്ളത്. ഗ്രാമീണ മേഖലയിൽ നിന്നും കോട്ടയം, എറണാകുളം, തിരുവല്ല തുടങ്ങിയ മേഖലകളിലേക്കുള്ള ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ അന്തർ സംസ്ഥാന സർവീസുകൾ വരെ മുടങ്ങുന്നുണ്ട്. പുലർച്ചെയുള്ള സർവീസുകൾ മുൻകൂട്ടി അറിയിപ്പില്ലാതെ മുടങ്ങുന്നത് യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മികച്ച കളക്ഷനുള്ള സർവീസുകളും ടേക്ക് ഓവർ സർവീസുകളും മുടങ്ങുന്നുണ്ട്. നിലവിൽ മിക്ക ഡിപ്പോകളിലും സർവീസിന്റെ എണ്ണത്തിന് ആനുപാതികമായി മാത്രമാണ് ബസ്സുകൾ ഉള്ളത്. ഒരു ബസ്സിന് കേടുപാടുകൾ സംഭവിച്ചാൽ സർവീസ് മുടങ്ങും. മിക്കവയും കാലപ്പഴക്കം ചെന്ന ബസ്സുകളായതിനാൽ പണിമുടക്കുന്നത് പതിവാണ്. സ്പെയർ പാർട്സുകളുടെ അഭാവവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നെടുങ്കണ്ടം ഓപ്പറേറ്റിംഗ് സെന്ററിൽ 21 ഷെഡ്യൂളുകളാണ് ഉള്ളത് സർവീസ്. അതിൽ നമുക്ക് മാക്സിമം ഇപ്പം നമുക്ക് അയക്കാൻ പറ്റുന്നത് 15, 16 ആവറേജ് എത്ര സർവീസുകൾ നമുക്ക് അയക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നമുക്ക് ബസ്സുകളുടെ അഭാവമാണ്. സർവീസ് പോകുന്ന ബസ്സുകൾ മിക്കവാറും പണി വരുന്നത് കൊണ്ടാണ് ഈ കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നത്. മിക്കതും മറ്റ് ഡിപ്പോകളിൽ പണിക്ക് കയറ്റുകയും അതുമൂലം കൃത്യസമയത്ത് നമുക്ക് പണി ചെയ്ത് ആ വണ്ടികൾ കിട്ടാതെ വരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ സർവീസുകൾ കൃത്യമായിട്ട് അയക്കാൻ പറ്റുന്നില്ല. തിരുവനന്തപുരത്ത് നമ്മളിത് അറിയിച്ചിട്ടുണ്ട്. ബസ്സുകൾ അഡീഷണലായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പുതിയ റൂട്ടുകൾ തുടങ്ങാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. നെടുങ്കണ്ടം സ്റ്റേഡിയം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സെന്റർ KSRTCക്കായി വിട്ടുകൊടുത്ത സ്ഥലത്തേക്ക് മാറ്റാനും നടപടിയില്ല. പഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിൽ 30 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ച ഓഫീസ് ആവശ്യത്തിനായി കെട്ടിടവും ഗ്യാരേജ് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. തുടർ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപയും അനുവദിച്ചെങ്കിലും തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. KSRTC ബസ് സ്റ്റാൻഡ് കാട് പിടിച്ച് വനമായി അവിടെ മറ്റ് ഇടജന്തുക്കളെല്ലാം കയറി കിടക്കുന്ന സാമൂഹ്യ വിരുദ്ധരുമൊക്കെ കഴിഞ്ഞാടുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. ശാശ്വതമായി ഏറ്റവും വേഗതയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. KSRTC ബസ്സുകൾ ഇപ്പം സന്ധ്യ ആയാൽ നെടുങ്കണ്ടം ടൗണിലെ റോഡിന്റെ ഇരുവശത്തുമാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റാനുള്ള ക്രമീകരണം ചെയ്യണം. ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം തുടങ്ങിയാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ. നെടുങ്കണ്ടം ഡിപ്പോയിലെ ബസ്സുകൾ രാത്രികാലങ്ങളിൽ റോഡരികിലാണ് പാർക്ക് ചെയ്യുന്നത്. KSRTCക്കായി വിട്ടുകിട്ടപ്പെട്ട സ്ഥലവും അനുബന്ധ സൗകര്യങ്ങളും കാട് പിടിച്ച് നശിക്കുമ്പോഴാണ് ഈ അവസ്ഥ. M. M. മണിയുടെ ഗവർണർക്കെതിരായ പരാമർശത്തിൽ BJP അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. M. M. മണി വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കുവാനും നാറുത്തരം പറയുവാനുമാണ്. ഗവർണർക്കെതിരെയുള്ള മണിയുടെ പരാമർശങ്ങൾ കേരളത്തിന്റെ അന്തസ്സിനും സംസ്കാരത്തിനും യോജിച്ചതല്ല. ഗവർണറെ തടയുമെന്ന M. M. മണിയുടെ വെല്ലുവിളി അപഹാസ്യമാണ്. ചോരത്തിളപ്പുള്ള SFIയുടെ പിള്ളേർ നോക്കിയിട്ട് നടന്നിട്ടില്ല. പിന്നെയാണ് പ്രായമായ M. M. മണി. ഇടുക്കിയിൽ ഗവർണർ വരിക തന്നെ ചെയ്യും. പരിപാടി നടത്തി സുഖമായി തിരികെ പോകുകയും ചെയ്യും. ഹർത്താൽ പ്രഖ്യാപിച്ച ഇടതുപക്ഷ നേതാക്കൾ 9-ന് ഇളഭ്യരാകുമെന്നും അബ്ദുള്ളക്കുട്ടി ഉടുമ്പൻചോലയിൽ പറഞ്ഞു. M. M. മണി ഗവർണർക്കെതിരെ ഞാൻ അദ്ദേഹത്തെ തടയും, ഇവിടെ കാലുകുത്താൻ വിടില്ല എന്നൊക്കെ പറയുന്നു. M. M. മണി നിങ്ങൾ കുറച്ച് പ്രായമായ ആളാണ്. നല്ല ചോരത്തിളപ്പുള്ള ആശവും SFIക്കാരും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. കാലുകുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് പോയിട്ട് യൂണിവേഴ്സിറ്റി പോയി താമസിച്ച് പരിപാടി പങ്കെടുത്ത് വിജയിപ്പിച്ചു വന്ന ആളാണ് ഗവർണർ. അതുകൊണ്ട് ഇടുക്കിയിൽ ഗവർണർ വരും, പരിപാടി നടത്തും, സുഖമായി തിരിച്ചു പോകും. SFIക്കാർ ലഭ്യരായതുപോലെ ഈ M. M. മണിയും കൂട്ടരും നാണം കെടാൻ പോകുന്ന ഒരു ഹർത്താലായിരിക്കും ഇടുക്കിയിൽ നടക്കാൻ പോകുന്നത്. രാജാക്കാട്ടിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന രാജാക്കാട് ഒട്ടാത്തി സ്വദേശി സെൽവകുമാറാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ശക്തികുമാറിന് ഗുരുതര പരിക്കേറ്റു. രാജാക്കാടിന് സമീപം കനകപ്പുഴയിൽ വളവിൽ കാർ യാത്രികർ മറ്റൊരു വാഹനത്തെ മറികടക്കവേ എതിർദിശയിൽ നിന്നെത്തിയ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരായ ഇരുവരും തെറിച്ച് റോഡിൽ വീണു. ഇടിയുടെ ആഘാതത്തിൽ കാർ 2 വട്ടം മലക്കം മറിഞ്ഞു. ഓടിക്കൂടിയ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് പരിക്കേറ്റവരെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് ഗുരുതര പരിക്കേറ്റ സെൽവകുമാറിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കേറ്റ ശക്തികുമാറിനെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കാഞ്ചിയാർ പള്ളിക്കവലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച യുവാവിന് പരിക്കേറ്റു. കാഞ്ചിയാർ സഹകരണ ബാങ്കിന് മുൻവശത്താണ് അപകടമുണ്ടായത്. തൊപ്പിപ്പാള മറ്റപ്പള്ളിക്കവല കുമ്പളംകുഴിയിൽ എബിനാണ് പരിക്കേറ്റത്. കട്ടപ്പന ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് കാഞ്ചിയാർ സഹകരണ ബാങ്കിന് എതിർവശത്ത് തിരിക്കുകയായിരുന്ന ബുള്ളറ്റിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്.
അപകടത്തിൽ ബൈക്ക് യാത്രികനായ എബിന്റെ കാലിന് സാരമായി പരിക്കേറ്റു. പരിക്കേറ്റ എബിനെ നാട്ടുകാർ ചേർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളിക്കവലിയിൽ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായതോടെ ഈ ഭാഗത്ത് വാഹനങ്ങൾ അമിത വേഗതയിലാണ് കടന്നുവരുന്നത്. ഒരാഴ്ചക്കിടെ പള്ളിക്കവലിയിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ അപകടമാണിത്. അപകടത്തിൽപ്പെട്ട വാഹനത്തിന് പിന്നിൽ എബിന്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. മറ്റാർക്കും അപകടത്തിൽ പരിക്കുകളില്ല. വണ്ടിപ്പെരിയാർ സത്രം വഴിയുള്ള യാത്രയ്ക്കിടെ പുല്ലുമേടിനും കഴുതക്കുഴിക്കും സമീപം അയ്യപ്പ ഭക്തൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചെന്നൈ തിരുവള്ളിക്കേനി സ്വദേശി യുവരാജാണ് മരിച്ചത്. ഇതോടെ പുല്ലുമേട് വഴിയുള്ള യാത്രയ്ക്കിടെ ഈ മണ്ഡലകാലത്ത് മരിച്ച അയ്യപ്പ ഭക്തരുടെ എണ്ണം 4ആയി. കഴിഞ്ഞ ദിവസം രാവിലെ സത്രത്തിൽ നിന്ന് 14-അംഗ സംഘമാണ് പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. പുല്ലുമേട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരം വരുന്ന കഴുതക്കുഴി ഭാഗത്തെത്തിയപ്പോൾ യുവരാജിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ ഇവിടെ ജോലിയിലുണ്ടായിരുന്ന വനംവകുപ്പിന്റെ RRT അംഗങ്ങൾ യുവരാജിനെ പുല്ലുമേട്ടിൽ എത്തിച്ചു. മെഡിക്കൽ സംഘം എത്തി പരിശോധിച്ച് വൈദ്യസഹായം നൽകിയെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കുത്തനെയുള്ള 3 കിലോമീറ്റർ കയറ്റം സ്ട്രക്ചറിൽ ചുമന്നാണ് മൃതദേഹം പുല്ലുമേട്ടിലെത്തിച്ചത്. പിന്നീട് കുമളി SI ലിജോ പി മണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഈ മണ്ഡലകാലത്ത് പുല്ലുമേട് വഴിയുള്ള യാത്രക്കിടെ 4 അയ്യപ്പ ഭക്തരാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. പീരുമേട് താലൂക്കിൽ എയിംസ് ആശുപത്രി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട അന്താരാഷ്ട്ര സമാധാന സംഘടനാ അംഗം ഡോക്ടർ ഗിന്നസ് മാടസ്വാമി കേന്ദ്ര ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചു. നിവേദനത്തിന്മേൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ ഡയറക്ടർ NK ഓസ തുടർ നടപടികൾ സ്വീകരിച്ചതായി ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു. രാജ്യത്തെ മുൻനിര ആശുപത്രിയും വൈദ്യശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രവുമായ എയിംസ് ആശുപത്രി പീരുമേട് താലൂക്കിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗം ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നിവേദനം സമർപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിന്മേൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ NK ഓസ തുടർ നടപടി സ്വീകരിച്ചു. എയിംസ് കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകണമെന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് ധനമന്ത്രാലയത്തോട് കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നാളിതുവരെ കേരളത്തിന് എയിംസ് അനുവദിച്ചിട്ടില്ല. അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ഇടക്കാല ബജറ്റിൽ കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നും ഇടുക്കി ജില്ലയിൽ പീരുമേട്ടിൽ സ്ഥാപിക്കണമെന്നും ചൂണ്ടിക്കാണിച്ചാണ് നിവേദനം നൽകിയതെന്ന് ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറയുന്നു. അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ഇടക്കാല ബജറ്റിൽ എയിംസ് ആശുപത്രി കേരളത്തിൽ നൽകണമെന്നും അങ്ങനെ നൽകിയാൽ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരിക്കുകയാണ്. എയിംസ് ആശുപത്രി പീരുമേട് താലൂക്കിലാണ് സ്ഥാപിക്കേണ്ടത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകരുമാണ് ഏറെ അധിവസിക്കുന്നത്. എയിംസ് ആശുപത്രി പീരുമേട് താലൂക്കിൽ സ്ഥാപിക്കാൻ ആവശ്യമായ ഭൂമിയുമുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ കേരള സർക്കാരിനും നിവേദനം നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 19 എയിംസ് ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. പുതുതായി 22 എയിംസ് ആശുപത്രികൾ കൂടി സ്ഥാപിക്കാനുള്ള ശുപാർശ പരിഗണനയിലാണ്. ഘട്ടം ഘട്ടമായി എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ എയിംസ് എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കേരളത്തിൽ എയിംസ് അനുവദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ നേരത്തെ നടപടി ആരംഭിച്ചിരുന്നു. ഇതിനായി വ്യവസായ വകുപ്പിന്റെ 200 ഏക്കർ സ്ഥലം ലഭ്യമാക്കുമെന്നും സ്ഥലം തയ്യാറാണെന്നും അറിയിച്ച് മുഖ്യമന്ത്രി നേരത്തെ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. എന്നാൽ ഇടുക്കി ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന പീരുമേട് താലൂക്കിൽ ഒരു താലൂക്ക് ആശുപത്രി മാത്രമാണുള്ളത്. ആയിരക്കണക്കിന് വരുന്ന തോട്ടം തൊഴിലാളികൾ, വ്യാപാരികൾ, കർഷകർ, ചെറുകിട സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ ആശുപത്രിയെയാണ്. നിലവിലെ ആശുപത്രിയിൽ മികച്ച രീതിയിൽ ചികിത്സയില്ലാത്തതിനാൽ 100 കിലോമീറ്റർ അകലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജാണ് പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ ആശ്രയിക്കുന്നത്. കേരളത്തിന് നൽകുന്ന എയിംസ് ആശുപത്രി പീരുമേട് താലൂക്കിൽ സ്ഥാപിച്ചാൽ നിരവധി ആളുകൾക്ക് ഇത് പ്രയോജനം ചെയ്യും. താലൂക്കിൽ ഇതിനാവശ്യമായ സർക്കാർ ഭൂമിയുണ്ടെന്നും 11/31 സർവേ നമ്പർ പ്രകാരം 1000 ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമി ഉപയോഗശൂന്യമായി നിലവിലുണ്ടെന്നും നിവേദനത്തിൽ പറയുന്നു. മാങ്കുളത്ത് വനം വകുപ്പ് നടത്തിയ അതിക്രമം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ. അതിക്രമത്തിന് പിന്നിൽ വനം വകുപ്പിന്റെ ഹിഡൻ അജണ്ടയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പട്ടയഭൂമിയിലും പുറമ്പോക്കിലുമായി ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് നിർമ്മിച്ച പവലിയൻ വനം വകുപ്പ് ഏറ്റെടുക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്നതാണ് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ, ഒരു വിധ്വംസക പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിറങ്ങി കിടക്കുന്ന മുറിയിൽ നിന്നും അവരെ വിളിച്ചിറക്കി അറസ്റ്റ് ചെയ്യുകയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലടയ്ക്കുകയും ചെയ്തിരിക്കുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് നിന്ദ്യമാണ്, കിരാതമാണ്. ഇത് ജനാധിപത്യ ധ്വംസനമാണ്.
ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രദേശവാസികൾ ഒരുക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതി മാങ്കുളം നിവാസികൾക്ക് പരിപൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തെ പ്രദേശവാസികൾ നടത്തുന്ന സമരത്തെ പരമാവധി വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ തലങ്ങളിലും ആരംഭിക്കും. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കൊലപാതക കേസിലെ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി അന്യായമാണെന്ന് കേരള വിശ്വകർമ്മ മഹിളാ സംഘം പീരുമേട് താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. മഹിളാ സംഘം പീരുമേട് താലൂക്ക് യൂണിയൻ യോഗത്തിലാണ് കോടതി വിധിക്കെതിരെ വിമർശനമുയർന്നത്. കൂടാതെ അയ്യപ്പൻകോവിലിൽ വീട്ടമ്മയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി അന്യായമാണെന്നും പ്രതിക്ക് തൂക്കുകയർ ശിക്ഷ വിധിക്കണമെന്നും കേരള വിശ്വകർമ്മ മഹിളാ സംഘം പീരുമേട് താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കൂടാതെ അയ്യപ്പൻകോവിലിൽ ആത്മഹത്യ ചെയ്ത പ്ലാപ്പള്ളി ശ്രീദേവി എന്ന വീട്ടമ്മയുടെ മരണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ അധികൃതർ തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ സഹോദരി ശ്രീദേവി മരണപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണങ്ങൾ നടന്നെങ്കിലും ഇതുവരെയായിട്ടും അതിൻ്റെ പ്രതികളായ സ്മിതയെയോ പ്രമോദിനെയോ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ഫെബ്രുവരി 15 മുമ്പായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എങ്കിൽ ഞങ്ങൾ സമുദായ അടിസ്ഥാനത്തിൽ പീരുമേട് ഡിവൈഎസ്പി ഓഫീസ് ഉപരോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തെ തന്നെ അതുപോലെ ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യമാണല്ലോ ഈ വണ്ടിപ്പെരിയാർ നടന്ന 6 വയസ്സുകാരി കുട്ടിയുടെ മരണം. അതിലേക്ക് തീരുമാനം പുനഃപരിശോധിച്ച് ആ കുടുംബ അംഗങ്ങൾക്ക് നീതി ലഭിക്കണം. അതിന് എന്ത് നടപടികളും എടുക്കാൻ ഗവൺമെൻറ് ഉരുത്തിരിഞ്ഞ് നടപടിയെടുത്തില്ല എങ്കിൽ അതിനും ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. ഇക്കാര്യങ്ങളിൽ ജനുവരി 15 മുൻപ് നടപടി ഉണ്ടാകാത്ത പക്ഷം ബഹുജന പങ്കാളിത്തത്തോടെ പീരുമേട് ഡിവൈഎസ്പി ഓഫീസ് ഉപരോധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ഇടുക്കി ജില്ലാ കുടുംബ സംഗമവും പ്രതിഭാ പുരസ്കാര വിതരണവും ചെറുതോണിയിൽ നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 1904 ധനനഗർ കുമാരസ്വാമി രൂപം നൽകിയ ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ഇന്ന് ഭാരതമാകെ വളർന്നു പന്തലിച്ച് പ്രത്യേകമായ സംഘടനകൾ ജില്ലാ താലൂക്ക് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര പശ്ചാത്തലത്തിൻ്റെ കൂടി ഭാഗമാണ്. ഞാനിതുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശ്രീ ദശരഥൻ പകർന്നു നൽകിയ വെളിച്ചം വീരശിവർക്ക് വഴിതെളിക്കുന്നത് രാജ്യം കണ്ട നവോത്ഥാന നായകരിലെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് അഭിമാനത്തോടെ പറയാനായിട്ട് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. യോഗത്തിന് AIVM ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് N പാലന്തറ അധ്യക്ഷനായിരുന്നു. സ്കൂൾ കോളേജ് തലങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കും കലാകായിക മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെയും ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അനുമോദിച്ചു. സഭയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ളതും ആദ്യകാല പ്രവർത്തകരുമായിട്ടുള്ള അംഗങ്ങളെ നാഷണൽ ടീ ബോർഡ് അംഗം TK തുളസീധരൻ പിള്ള ദാസോഹ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കവിയും എഴുത്തുകാരനുമായ AIVM എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് വിസ്മയെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ അനീഷ് കുമാർ എസിനെ സംസ്ഥാന കമ്മിറ്റിയും ആദരിച്ചു. ജില്ലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വനിതാ സംഘമായി വണ്ടൻമേട് ഉമാ മഹേശ്വര വനിതാ സംഘത്തെയും മികച്ച വനിതാ സംഘടനാ പ്രവർത്തകരായി പൂപ്പാറ ശാഖയിലെ സുജാ ബാബുവിനെയും കാഞ്ചിയാർ ശാഖയിലെ സനിത സന്തോഷിനെയും തിരഞ്ഞെടുത്തു. യോഗത്തിൽ AIVM സംസ്ഥാന പ്രസിഡന്റ് TP കുഞ്ഞുമോൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PN വിനോദ്, ദേവസ്വം ബോർഡ് മുൻ മെമ്പർ EA രാജൻ, കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ EP ജയൻ, PV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിരിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം കാഞ്ചിയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം B അനൂപ് പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് ഡിവൈഎഫ്ഐ ജനുവരി 20-ാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും കേരളത്തിന് ലഭ്യമാകേണ്ട വിവിധ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനെതിരെയും ബിജെപിയുടെ ദ്രോഹ നടപടികൾക്കെതിരെയുമാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് ഡിവൈഎഫ്ഐയുടെ വിവിധ മേഖലാ കമ്മിറ്റികൾ പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. കാഞ്ചിയാർ മേഖലാ കമ്മിറ്റിയുടെ പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ഉദ്ഘാടനം ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു ജാഥ ഇവിടെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്ന ഈ കാലഘട്ടം, ഈ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ജീവിക്കുവാൻ കഴിയത്തില്ലാത്ത സാഹചര്യത്തിലൂടെ എന്റെയും നിങ്ങളുടെ രാജ്യം കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിയ ഡിവൈഎഫ്ഐ ഇത്തരം കാൽനട പ്രചരണ ജാഥയും മനുഷ്യച്ചങ്ങലയുമെല്ലാം തീർക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ഇവിടെ നിലനിൽക്കണോ വേണ്ടിയോ എന്ന് പറയുന്ന വലിയ ചോദ്യം ഉയരുന്നതിന് മുമ്പിലാണ് ഡിവൈഎഫ്ഐ ഇത്തരം പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്നത്. നാം കണ്ടതിൽ വെച്ച്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പേരാണ് എന്റെയും നിങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ ആ ഇന്ത്യയുടെ പേര് തന്നെ മാറ്റി ഇന്ത്യയെ ഭാരതമാക്കി മാറ്റി ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ, മതനിരപേക്ഷ രാജ്യത്തെ മതരാഷ്ട്രമാക്കി തീർക്കുവാൻ ഈ രാജ്യത്തിൽ അധികാരത്തിരിക്കുന്നവർ ബോധപൂർവമായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടം. പ്രചരണ ജാഥയിൽ ഇ.ഡി. അജിത് ജാഥ ക്യാപ്റ്റനായിരുന്നു. അരുൺ ജോസഫ് വൈസ് ക്യാപ്റ്റൻ, രമ്യ രാജൻ മാനേജർ എന്നിവരാണ്. സമാപന സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ, ജില്ലാ കമ്മിറ്റി അംഗം ജോബി എബ്രഹാം, CPM ലോക്കൽ സെക്രട്ടറി വി ജോസ്, ഏരിയ കമ്മിറ്റി അംഗം മാത്യു ജോർജ്, നിയാസ് അബു എന്നിവർ സംസാരിച്ചു. നെടുങ്കണ്ടം എഴുകുംവയലിൽ പുലി ഇറങ്ങിയെന്നുള്ള വ്യാജ വാർത്തയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പൂർണ്ണമായും കാർഷിക മേഖലയും ജനവാസ കേന്ദ്രവുമായ എഴുകുംവയലിൽ പുലിയെയോ മറ്റു വന്യമൃഗങ്ങളെയോ കാണാത്ത സാഹചര്യത്തിൽ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ എഴുകുംവയൽ നാട്ടുകൂട്ടം പ്രവർത്തകർ കളക്ടർക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി. വളർന്നുവരുന്ന എഴുകുംവയൽ ഗ്രാമത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും തടസ്സമാകുന്ന വ്യാജ വാർത്തകൾ നിരോധിക്കണമെന്നും ഇത്തരം വാർത്തകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയതായി ഗ്രാമപഞ്ചായത്ത് മുന്നംഗം ജോണി പുതിയാപ്പറമ്പിൽ പറഞ്ഞു. വളർന്നുവരുന്ന എഴുകുംവയൽ ഗ്രാമത്തിന്റെ വികസനത്തെ മുരടിപ്പിക്കുവാൻ വേണ്ടി എഴുകുംവയലിൽ പുലി ഇറങ്ങിയെന്നുള്ള ഒരു വ്യാജ വാർത്ത ഇന്ന് വാർത്താ ചാനലുകളിലൂടെ കാണാൻ ഇടയായി. ഈ വാർത്ത തികച്ചും വ്യാജ വാർത്തയാണ്. ഈ മേഖലയുടെ വികസനത്തിന് തടസ്സം നിൽക്കുവാനുള്ള ഏതോ ചാനൽ മാഫിയകളുടെ പ്രവർത്തനം ഇതിന്റെ പിന്നിലുള്ളതായി ആരോപിക്കുകയാണ്. ഇരട്ടയാർ, നെടുങ്കണ്ടം, പാമ്പാടുംപാറ പഞ്ചായത്തുകളുടെ അതിർത്തി ഗ്രാമമായ എഴുകുംവയൽ പൂർണ്ണമായും കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ ജനവാസ മേഖലയുമാണ്. ഈ മേഖലയിൽ യാതൊരുവിധ കാട്ട് മൃഗങ്ങളുടെ ശല്യം നിലവിലുണ്ടായിട്ടില്ല. ഇത്തരം വാർത്തകൾക്കെതിരെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന് അറിയിക്കുകയാണ്. വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും പ്രചരിപ്പിച്ച പ്രദേശത്ത് വന്യജീവികളുടെ ശല്യമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള മാഫിയ സംഘത്തിന്റെ ശ്രമമാണിതെന്നാണ് എഴുകുംവയൽ നാട്ടുകൂട്ടത്തിന്റെ ആരോപണം. വ്യാജ വാർത്തയുടെ ഉറവിടം കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാണ്. കരാറുകാരന്റെ അനാസ്ഥ മൂലം മുടങ്ങിക്കിടന്ന ലോണ്ടറി തവാരണ ഉപ്പുതറ റോഡിന്റെ നിർമ്മാണം തുടങ്ങി. 1.8 കിലോമീറ്റർ ദൂരം വീതി കൂട്ടി നവീകരിക്കാൻ വാടൂർ സോമൻ MLA കഴിഞ്ഞ വർഷമാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ അനുവദിച്ചത്. ലോണ്ടറി തവാരണ ഉപ്പുതറ റോഡിന്റെ നിർമ്മാണമാണ് തുടങ്ങിയത്. 1.8 കിലോമീറ്റർ ദൂരം വീതി കൂട്ടി നവീകരിക്കാൻ വാടൂർ സോമൻ MLA കഴിഞ്ഞ വർഷമാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ അനുവദിച്ചത്. നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. 8 മാസം മുൻപ് കരാറുകാരൻ കുറേ ഭാഗം വീതി കൂട്ടുകയും മിറ്റിലടക്കമുള്ള ഏതാനും സാമഗ്രികൾ ഇറക്കുകയും ചെയ്തു. പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. MLAയും നിർമ്മിതി കേന്ദ്രവും പലതവണ ആവശ്യപ്പെട്ടെങ്കിലും മുൻപ് ചെയ്ത ജോലിയുടെ ബില്ല് മാറി കിട്ടാത്തതിനാൽ നിർമ്മാണം പുനരാരംഭിക്കാൻ കരാറുകാരൻ തയ്യാറായില്ല. അതിനിടെ പഞ്ചായത്ത് 10 ലക്ഷം രൂപ മുടക്കി ഉപ്പുതറ പാലം ജംഗ്ഷനിൽ നിന്ന് 400 മീറ്റർ ടാറിംഗ് നടത്തുകയും 20 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി തുടങ്ങുകയും ചെയ്തു. തുടർന്നാണ് റോഡ് പണി തുടങ്ങിയത്. 16 കോടി രൂപ കേന്ദ്രാവിഷ്കൃത ഫണ്ട് ചിലവഴിച്ച് BMBC നിലവാരത്തിൽ നിർമ്മാണം തുടങ്ങിയ ഏലപ്പാറ കൊച്ചുകരിന്തിരുവി ഉപ്പുതറ റോഡിന്റെ ഭാഗമാണിത്. എസ്റ്റിമേറ്റിലെ അപാകത മൂലം ലോണ്ടറി ഫാക്ടറിക്ക് സമീപം ഫണ്ട് തീർന്ന നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു. എന്നാൽ ഇതേ നിലവാരത്തിലല്ല പുനരാരംഭിച്ച നിർമ്മാണം നടക്കുന്നത്.
അശാസ്ത്രീയ നിർമ്മാണം മൂലം വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ കോൺക്രീറ്റ് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് കമ്പിയാണ് ഇളകി അപകട ഭീഷണി ഉയർത്തുന്നത്. സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അപകട ഭീഷണി ഒഴിവാക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അല്ലാതെയും ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്നത് വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിലൂടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. പുതിയ പാലം നിർമ്മാണം പൂർത്തിയാക്കി 1 വർഷം പിന്നിടുന്നതിന് മുമ്പ് തന്നെ പാലത്തിലെ കോൺക്രീറ്റുകൾ പൊളിഞ്ഞു തുടങ്ങിയിരുന്നു. ഇതിനുശേഷം പാലത്തിൽ പുതുതായി കോൺക്രീറ്റും ചെയ്തു. എന്നിട്ടും അപകട ഭീഷണി ഒഴിയുന്നില്ലെന്നാണ് പരാതി. കട്ടപ്പന ടൗൺ JCIയുടെ മയോപ്പിയ ബോധവൽക്കരണ യജ്ഞം 2024 തുടക്കമായി. കോവിഡ് കാലഘട്ടത്തിന് ശേഷം കുട്ടികളിൽ നേത്രപ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് JCI നേത്രപരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഓൺലൈൻ ക്ലാസുകളുടെയും സോഷ്യൽ മീഡിയയുടെയും കടന്നുകയറ്റം ഒരു പരിധിവരെ ഹ്രസ്വദൃഷ്ടി എന്ന നേത്രരോഗത്തിന് കാരണമാകുന്നുണ്ട്. ദൂരെയുള്ള വസ്തുക്കൾ കാണാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അടുത്തുള്ള വസ്തുക്കൾ സുഗമമായി കാണാൻ സാധിക്കുകയും ചെയ്യുന്ന നേത്രരോഗമാണ് മയോപ്പിയ. കണ്ണ് തിരുമുക, അമിതമായി ഇമ വെട്ടുക, ടിവിയോ മറ്റോ കാണുമ്പോൾ ദൃശ്യം വ്യക്തമാകാൻ തല ചെരിച്ചും വളച്ചും നോക്കുക ഇവ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇത്തരം രോഗികളുടെ കാഴ്ച മങ്ങിയതും പതറിയതും ദൂരെയുള്ള കാഴ്ച വളരെ പരിമിതവുമായിരിക്കും. ചിലപ്പോൾ കൂടെയുള്ള തലവേദനകൾക്കും ഇത് കാരണമാകും. ഈ അവസ്ഥയെ വളരെ നേരത്തെ കണ്ടെത്തുന്നതിനും അതിനുള്ള പരിഹാര മാർഗനിർദ്ദേശം നൽകുന്നതിനുമായി കട്ടപ്പന ടൗൺ JCIയും മുണ്ടക്കയം ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി ചേർന്നാണ് മയോപ്പിയ ബോധവൽക്കരണ യജ്ഞം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ജനുവരി 8, 9 തീയതികളിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പരിശോധനാ ക്യാമ്പുകൾ നടത്തും. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ക്യാമ്പ് പ്രിൻസിപ്പൽ ഫാദർ മനു മാത്യു കിളികുത്തിപ്പാറ ഉദ്ഘാടനം ചെയ്തു. ചിലപ്പോൾ ചിലപ്പോൾ പരീക്ഷിച്ചിട്ടുണ്ടാകും. സോ അങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെ ഓർമ്മ ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് JCI പ്രസിഡന്റ് ആദർശ് കുര്യൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സോണി കറുകപ്പള്ളിൽ, ട്രഷറർ അനൂപ് തോമസ്, ഡെന്നി സെബാസ്റ്റ്യൻ, അലൻ വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. തുമ്മൽ മുതൽ മാരക രോഗമായ ക്യാൻസറിന് വരെയുള്ള പച്ചമരുന്നുകളുടെ കൃഷിത്തോട്ടം ഹൈറേഞ്ചിന്റെ കാർഷിക മണ്ണായ കാഞ്ചിയാറിലുണ്ട്. സേവ്യർ MK, തുളസി AK എന്നീ വൈദ്യന്മാരാണ് 200ഓളം ഔഷധച്ചെടികളുടെ പരിപാലകർ. കേട്ടിട്ട് മാത്രമുള്ള ഔഷധച്ചെടികളുടെ കലവറ തന്നെയാണ് 30 സെന്റ് ഭൂമിയിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത്. മനുഷ്യരിൽ ഉണ്ടാകുന്ന ചെറിയ രോഗം മുതൽ മാരക രോഗങ്ങൾക്ക് വരെയുള്ള ഔഷധമരുന്നുകൾ കുടിയേറ്റ ഗ്രാമത്തിൽ വളർത്തിയെടുക്കുകയാണ് സേവ്യർ MK, തുളസി MK എന്നീ വൈദ്യന്മാർ. കാഞ്ചിയാർ ലബ്ബക്കട കാവടിക്കവലിയിലാണ് 30 സെന്റോളം സ്ഥലത്ത് ഔഷധ ചെടികളെ ഇവർ പരിപാലിക്കുന്നത്. പൂർണ്ണമായും പ്രകൃതിയിൽ സ്വയം വളരാൻ വേദിയൊരുക്കിയാണ് കൃഷിയിടം സജ്ജമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളയും മറ്റ് ഉൾപടർപ്പുകളുമെല്ലാം അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. 200ഓളം ഔഷധ ചെടികളാണ് ഈ കൃഷിയിടത്തിൽ വളരുന്നത്. വെരിക്കോസ് വെയിനുള്ള ദന്തപാല, ത്വക്ക് രോഗത്തിനുള്ള അയ്യപ്പന, പ്രമേഹം കുറയ്ക്കുന്നതിനുള്ള മുക്കുറ്റി, തൈറോയിഡിനുള്ള നിലംപരണ്ട, ഡിസ്ക് തേയ്മാനത്തിനുള്ള ചങ്ങാലം പരണ്ടല, വെറ്റിലക്കൊടി, ചതുർമുല്ല, മാരകരോഗമായ ക്യാൻസറിനുള്ള മുള്ളാത്ത, കറ്റാർവാഴ, ഈന്തപ്പഴം, മാതളനാരങ്ങ, ഹൃദയ സംബന്ധമായ രോഗത്തിനെതിരെയുള്ള ഓരില, മൈഗ്രെയിനുള്ള നീലയാമരി, കിഴക്കാനെല്ലി, കുടകൻ എന്നീ ഔഷധ ചെടികളെല്ലാം ഈ കൃഷിയിടത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. തലമുടി വളരാൻ സീതർമുടി, പൂവാം, പൂവാക്കുറന്നൽ, നീല ഉമ്മം തുടങ്ങിയവയും ഈ കൃഷിയിടത്തിലെ പ്രധാന ആകർഷണമാണ്. ഇവ കൂടാതെ വിവിധങ്ങളായ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളും വിഷചികിത്സയ്ക്കുള്ള സസ്യങ്ങളും കൃഷിയിടത്തിൽ ഉണ്ട്. ഒപ്പം അപൂർവ സസ്യശേഖരവും.
അയ്യപ്പന സാധനം സോറിയാസിന് പോലുള്ള രോഗങ്ങൾക്ക്, മാരക രോഗങ്ങൾക്കുള്ള ഒരു പച്ചമരുന്നാണത്. അത് എണ്ണ കാച്ചി കഴിയുമ്പോഴാണ് ഏത് മാരകരോഗം അതിന് വിട്ടുപോകും. രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ ഓരിലാണ്. 9 ബ്ലോക്ക് 10 ബ്ലോക്ക് എന്ന് വന്ന് പറയുന്നവർക്ക് കഷായം വെച്ച് കൊടുത്ത ബ്ലോക്ക് പൂർണ്ണമായിട്ടും മാറുന്നതാണ്. കൽത്താമര, നമ്മുടെ മൂലക്കുരു 3 ദിവസത്തിനുള്ളിൽ മൂലക്കുരിൻ്റെ സാധാരണ മൂലക്കുരൊക്കെ വിട്ടുപോകുന്നതാണ്. നീലാമരി നമുക്ക് ഏത് വിഷത്തിനും ഒതുക്കി കളയാനുള്ള സാധനമാണ് നീലാമരി. പതിറ്റാണ്ടുകളായി ഇരുവരും വിവിധങ്ങളായ ഔഷധച്ചെടികൾ നട്ടുപരിപാലിക്കുകയാണ്. അപൂർവ വൃക്ഷങ്ങളുടെ ശേഖരവും ഇവിടെയുണ്ട്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഊതുമരവും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഒപ്പം വെള്ളക്കൊടുവേലിയും പൊന്നാങ്കണ്ണിച്ചീരയും തുടങ്ങി വിവിധ ഔഷധച്ചെടികൾ ഈ മണ്ണിൽ തഴച്ചു വളരുകയാണ്. ഇത്തരത്തിൽ പുതുസമൂഹം കേട്ടിട്ടും പഴയ സമൂഹം കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാത്തതുമായ ഔഷധച്ചെടികളുടെ വലിയ ശേഖരമാണ് ഇവിടെയുള്ളത്. പതിറ്റാണ്ടുകളായി ഈ മണ്ണിൽ ഇവർ ഔഷധച്ചെടികളെ വളർത്തിയെടുക്കുകയാണ്. വരും നാളുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി സന്ദർശകരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വൈദ്യന്മാർ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലേല വിവരം. ആകലോട്ട് 149, വിൽപ്പനയ്ക്ക് വന്നത് 31,690, വിൽപ്പന നടന്നത് 30,733, കൂടിയ വില 2,212, ശരാശരി വില 1,648. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 585 രൂപ, ഏലം കൂടിയ വില 1,700, ഏലം ശരാശരി വില 1,400, കാപ്പിപ്പരിപ്പ് 235, ഗ്രാമ്പു 960, കൊക്കോ 60, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,780 രൂപ, വെള്ളി 76. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ നാളെ LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ തൊടുപുഴയിലെത്തുന്നതിൽ പ്രതിഷേധിച്ച് LDF പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താലിനെ ചൊല്ലി ഇടുക്കിയിൽ പോര് രൂക്ഷം. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളി മരിച്ചത് പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശി പരിമളം. ജനവാസ മേഖലയിൽ ഇറങ്ങിയത് 6 കാട്ടാനകൾ അടങ്ങുന്ന കൂട്ടം. കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാനായി അഡ്വക്കേറ്റ് KJ ബെന്നിയെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്നത് മുൻ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം രാജിവെച്ചതിനെ തുടർന്ന്. തെരഞ്ഞെടുപ്പിൽ മൂന്നാർ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ KP ദീപ വരണാധികാരിയായിരുന്നു. ഇടുക്കിയിൽ KSRTC സർവീസുകൾ പ്രതിസന്ധിയിൽ. വിവിധ ഡിപ്പോകളിൽ നിന്നും ദീർഘദൂര സർവീസുകളടക്കം പതിവായി മുടങ്ങുന്നു. പ്രതിസന്ധിക്ക് കാരണം കേടുപാടുകൾ മൂലം ഗാരേജിലായ ബസ്സുകൾക്ക് പകരം ഓടിക്കാൻ ബസ്സുകളില്ലാത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.